ഇങ്ങനെയെല്ലാം വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇടത്തുഭാഗത്ത് നിന്ന് നെഞ്ചിടിപ്പുയരുന്നു. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. മറ്റ് വിവിധ ചികിത്സാ ശാഖകൾക്കൊപ്പം തന്നെ ആയുർവേദവും ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന വേളയിൽ ഹൃദയദിനത്തിൽ നമ്മൾ ഹൃദയത്തെ പരിരക്ഷിക്കേണ്ട ആവശ്യകതയാണ് ആയുർവേദം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആധുനിക സമൂഹം ഫാസ്റ്റ് ഫുഡ് യുഗത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നും ഒപ്പം തന്നെ മദ്യം, മയക്കുമരുന്ന് എന്നിവയിലേക്ക് പുതിയ തലമുറകളെ നയിക്കപ്പെടാതെ അതിനു തടയിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഡോക്ടർ ദിവ്യ ടി നമ്പൂതിരി പറഞ്ഞു. മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇതെല്ലാം ഹൃദയത്തിനെ പ്രതികൂലമായി ബാധിക്കും. അധികമായ ചായ കൂടി ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ചീത്ത ഒരു കാര്യമാണ്. ഇതെല്ലാം ഒഴിവാക്കി സമയത്തിന് ഭക്ഷണം കഴിച്ച് നല്ല വ്യായാമശീലങ്ങൾ പിന്തുടർന്ന് നന്നായി ഉറങ്ങി മനസ്സ് സ്വസ്ഥമായി വയ്ക്കുന്ന ഒരാൾക്ക് ഹൃദയം എപ്പോഴും ആരോഗ്യമായി തന്നെ ഇരിക്കും. ധ്യാനം, യോഗ, വ്യായാമം എന്നിവയിലൂടെ ശരീരത്തെ ക്രമപ്പെടുത്തിയും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ സസ്യഫലങ്ങൾ നിരന്തരം ഉപയോഗിച്ചും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയും. കുട്ടികളിലും യുവതീ യുവാക്കളിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഏറിവരുന്ന ഈ കാലഘട്ടത്തിൽ ഭക്ഷണ രീതിയിലെ കൃത്യനിഷ്ഠയിലെ മാറ്റങ്ങളാണെന്നുമാണ് ആയുർവേദ മേഖലയുടെ വാദം. മറ്റു ചികിത്സാ രീതികളോടൊപ്പം തന്നെ ആയുർവേദവും ഹൃദയത്തിന് ഗണ്യമായ പരിഗണന നൽകാറുണ്ട്. രാജ്യം ഇപ്പോൾ ആയുർവേദത്തിന് മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. ലോകം ഒരു ഹൃദയദിനം കൂടി കടന്നു പോകുമ്പോൾ ആയുർവേദത്തിലും മികച്ച ചികിത്സാ രീതിയുണ്ടെന്നാണ് വെളിപ്പെടുത്തുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ.